എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം അത് നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഇപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എപ്പോഴും നിന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 തരത്തിലുള്ള മുന്തിരിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് കറുത്ത മുന്തിരി ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ഒരു യെല്ലോ കളറിലെ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രാമ്പു, ജാതിക്ക, അത് കറുവപ്പട്ട ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് കാഷ്നട്ടും ബദാമും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബദാമും 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക ഇതെല്ലാം കൂടെ പൊടിച്ചതൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് 2 തവണ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 100 ഗ്രാം ഉണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അതൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം നമ്മൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം
അടുത്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ നമ്മളിതിലേക്ക് മൈദയുടെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു 3 പ്രാവശ്യമായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇത് നമുക്ക് ബീറ്ററിൻ്റെ ഉപയോഗമില്ല. നമ്മളൊരു സ്പാച്ചില കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് കുറച്ച് മൈദ, ഇതിൽ നിന്നും കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നുള്ള കുറച്ച് സിറപ്പാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സാക്കി കൊടുത്തു. അതിനുശേഷം അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്, ഓവനിൽ അല്ല വെക്കുന്നത്, ഗ്യാസിലാണ് വെക്കുന്നത്. നേരത്തെ തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കേക്കിൻ്റെ പാത്രം ഞാൻ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരിയും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടായ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 1 മണിക്കൂറോളം എടുത്ത് കുക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ബൈ.